ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ ന പ്രചോദയാത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണത്തിലേക്ക് സ്വാഗതം. അയോധ്യാകാണ്ഡത്തിൽ 107ാമത്തെ സർഗമാണ് വ്യാഖ്യാനം പറയുന്നത്. കഴിഞ്ഞ സർഗത്തിൽ ഭരതൻ്റെ അഭ്യർത്ഥനയായിരുന്നു ശ്രീരാമനോട്. തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണല്ലോ ഭരതൻ ഈ ചിത്രകൂടത്തിൽ എത്തിയിരിക്കുന്നത്. ഒരുപാട് അഭ്യർത്ഥനകൾ ചോദിച്ചു, പല കാര്യങ്ങളും പറഞ്ഞു നോക്കി, പലതരത്തിലും പറഞ്ഞു നോക്കി ഭരതൻ. പക്ഷെ ശ്രീരാമൻ തൻ്റെ വാക്കിൽ തന്നെ ഉറച്ചു നിന്നു. ആ ഭരതൻ പറയാ, ജ്ഞാനം കൊണ്ടും സ്ഥാനം കൊണ്ടും ജനനം കൊണ്ടും ഞാൻ അങ്ങയേക്കാൾ താഴെയാണ്. അങ്ങനെയുള്ള ഞാൻ അവിടെ നിന്നുള്ളപ്പോൾ എങ്ങനെ രാജ്യം ഭരിക്കും? ബുദ്ധിഗുണം കുറഞ്ഞവനും സ്ഥാനം കൊണ്ട് താഴ്ന്നവനുമായി ബാലനുമായി ഞാൻ അങ്ങയോട് വേർപ്പെട്ടാൽ എനിക്ക് ജീവിക്കാൻ തന്നെ സാധ്യമല്ല. അങ്ങില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ തന്നെ കഴിയില്ല. അതുകൊണ്ട് അങ്ങ് തിരിച്ചു വരണം. അച്ഛൻ്റെ ശ്രേഷ്ഠമായ അയോധ്യ അങ്ങ് വേണ്ട പോലെ ഭരിക്കണം. അങ്ങനെ നമ്മുടെ നാടിനെയും സുജനങ്ങളെയും ധർമ്മപൂർവം അവരെ പരിപാലിക്കണം എന്നൊക്കെ ഭരതൻ അഭ്യർത്ഥിച്ചു. സകല ജനങ്ങളും ഋത്തിക്കുകളും മന്ത്രകോവിദന്മാരായ മന്ത്രവിത്തുക്കളും ചേർന്ന് ഇതാ ഇവിടെ വെച്ച് തന്നെ അങ്ങേ അഭിഷേകം ചെയ്യട്ടെ. ദേവന്മാരോടൊന്നിച്ച് ഇന്ദ്രൻ എന്ന പോലെ അങ്ങ് അഭിഷക്തനായി ഞങ്ങളോടൊത്ത് വേഗം അയോധ്യയിലേക്ക് പോന്നാലും എന്നെല്ലാം ആ ഭരതൻ അഭ്യർത്ഥിച്ചു നോക്കി. അങ്ങ് ഇന്ന് എൻ്റെ അമ്മയ്ക്ക് വന്നു ചേർന്ന അപമാനം ഇല്ലാതാക്കി തരണം. പിതാവിനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുകയും വേണം. അങ്ങയുടെ അഭിഷേകത്തിൽ ഇന്ന് അവിടുത്തെ സുഹൃത്തുക്കളെല്ലാം സന്തുഷ്ടരാവട്ടെ. ദുഷ്ടന്മാരെല്ലാം പേടിച്ച് പല വഴിക്ക് പോകട്ടെ, തിരിച്ചു പോകട്ടെ. ഞാൻ അങ്ങയുടെ തലകുമ്പിട്ട് കീഴുന്നു. അങ്ങ് അയോധ്യയിലേക്ക് തന്നെ മടങ്ങി വരണം. ഈ രാജ്യം രക്ഷിക്കാൻ എനിക്കാവില്ല. അങ്ങയെപ്പോലെ ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ എനിക്ക് യാതൊരു കഴിവുമില്ല. അങ്ങ് എന്നിലും സർവബന്ധുക്കളിലും എല്ലാ പ്രജകളിലും കരുണ കാണിക്കണം. തിരിച്ചു വരണം. അഥവാ എൻ്റെ അപേക്ഷ തള്ളിക്കളഞ്ഞ് അങ്ങ് ഇവിടെ നിന്ന് വനത്തിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഞാനും അങ്ങയുടെ കൂടെ വനത്തിലേക്ക് പോരും എന്ന് നിർബന്ധം പിടിക്കുകയാണ്. ക്ഷീണിച്ചവശനായ ഭരതൻ ഇങ്ങനെ ശിരസ് കുനിച്ച് ആ ശ്രീരാമനെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചിട്ടും, ജ്യേഷ്ഠനായ രാമനെ എത്ര പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പിതാവിൻ്റെ വാക്കിൽ ഉറച്ചു നിന്ന ആ രാമൻ തിരിച്ചു പോകാൻ ചിന്തിച്ചു പോലുമില്ല. സ്ഥിതപ്രജ്ഞനായ ഒരാൾക്ക് ഒരു തീരുമാനമേ ഉള്ളൂ, മാറ്റാൻ സാധിക്കില്ല. രാഘവൻ്റെ ആശ്ചര്യകരമായ സ്ഥൈര്യം കണ്ട് ജനങ്ങൾ ഒരേ സമയം ദുഃഖിക്കുകയും സന്തോഷം അനുഭവിക്കുകയും ചെയ്തു. ഒരേ സമയത്ത് രണ്ട്. എന്താണ്? രാമൻ അയോധ്യയിലേക്ക് വരുന്നില്ല എന്നറിഞ്ഞൊരു ദുഃഖം, അതേസമയം
ശ്രീരാമൻ്റെ സ്ഥിതപ്രജ്ഞത കണ്ട് അവർ സന്തോഷിക്കുകയും ചെയ്തു. ഒരേ സമയത്ത് സന്തോഷവും ദുഃഖവും അനുഭവിച്ചു. അവരെല്ലാവരും ചേർന്ന് പൗരപ്രമാണിമാരും ഋത്തിക്കുകളും മതിമറന്ന് കരയുന്ന മാതാക്കളും ഈ വിധം പറയുന്ന ഭരതനെ അഭിനന്ദിച്ചു. അങ്ങനെ തന്നെയാണ് വേണ്ടേ, ഭരതനെ തന്നെ അവർ പിന്താങ്ങി. ഭരതൻ്റെ അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും. അവരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് പ്രണമിച്ചുകൊണ്ട് ആ ശ്രീരാമനോട് അപേക്ഷിച്ചു. ആ ഭരതനും വേണ്ടിയും തങ്ങൾക്ക് വേണ്ടിയും അപേക്ഷിക്കുകയാണ്, അങ്ങ് അയോധ്യയിലേക്ക് തിരിച്ചു വരണമെന്ന്. അത് കേട്ട് ശ്രീരാമൻ എന്താണ് പറയണേ കേൾക്കാം. പുനരേവം ഭ്രുവാണം തം ഭരതം ലക്ഷ്മണാഗ്രജ പ്രത്യുവാച തത ശ്രീമാൻ നാദിമധ്യേതി സൽകൃതാം. ഭരതൻ ഇങ്ങനെ പറയുമ്പോൾ മുനിമാരാൽ ബഹുമാനിതനായ ആ ലക്ഷ്മണാഗ്രജൻ ശ്രീരാമൻ അതിന് മറുപടി പറഞ്ഞു. എന്താണെന്നല്ലേ, ഉപപന്നമിതം വാക്യം യൽ ത്വമേവമഭാഷഥ ജാതപുത്രോ ദശരഥാൽ കൈകേയാം രാജസത്തമാൽ. ഉപപന്നമിതം വാക്യം യൽ ത്വമേവമഭാഷഥ ജാതപുത്രോ ദശരഥാൽ കൈകേയാം രാജസത്തമാൽ. കൈകേയിയിൽ ദശരഥ രാജാവിന് പിറന്ന പുത്രനായ നീ ഇങ്ങനെ പറയുന്നത് യുക്തമാണ്. എന്താണെന്നല്ലേ, പണ്ട് നമ്മുടെ അച്ഛൻ നിന്റെ അമ്മയെ വിവാഹം കഴിക്കാൻ വേണ്ടി മാതാമഹനോട് ഒരു സത്യം ചെയ്തിരുന്നു. എന്താണ് സത്യം? അങ്ങയുടെ മകളിൽ നിന്ന് ജനിക്കുന്ന എൻ്റെ പുത്രന് ഞാൻ രാജ്യം കൊടുത്തുകൊള്ളാം എന്നാണ് ദശരഥ മഹാരാജാവ് കേകയ രാജാവിനോട് സത്യം ചെയ്ത് പറഞ്ഞിരുന്നു. പിന്നെ ദേവാസുര യുദ്ധത്തിൽ വെച്ച് കൈകേയിയുടെ ശുശ്രൂഷയിൽ സന്തുഷ്ടനായ ദശരഥ മഹാരാജാവ് നിന്റെ അമ്മയ്ക്കും വരം കൊടുത്തിരുന്നു. അതിനാലാണ് രൂപവതിയും യശസ്വിനിയുമായ നിന്റെ അമ്മ രാജാവിനോട് സത്യം ചെയ്യിച്ച് വരം യാചിച്ചത്. നിന്റെ അമ്മയ്ക്കും ദോഷമില്ല, അതുകൊണ്ട് അച്ഛനും ദോഷമില്ല, എല്ലാം വിധി പോലെ തന്നെയാണ് സംഭവിച്ചത്. തതസ്സാ സമ്പ്രതിശ്രാവ്യ തവ മാതാ യശസ്വിനി അയാചത നരശ്രേഷ്ഠം ദൗവരൗ വരവർണ്ണിനി. അങ്ങനെ ആ 2 വരങ്ങൾ ആവശ്യപ്പെട്ടു ദശരഥ മഹാരാജാവിനോട് കൈകേയി. തവ രാജ്യം നരവ്യാഘ്ര മമ പ്രവ്രാജനം തഥാ തൗ ജരാജാ തദാ തസ്യൈ നിയുക്ത പ്രദദൗ വരൗ. 2 വരങ്ങൾ ആണ് കൊടുത്തത്. നിനക്ക് നാടും എനിക്ക് നാടുകടത്തലും. ഭരതന് അയോധ്യ രാജ്യം നൽകി രാജ്യം വാഴാനും ശ്രീരാമനെ നാട്ടിൽ നിന്ന് പുറത്താക്കലും കാട്ടിൽ വാഴാനുമാണ് ആ കൈകേയി വരം ആവശ്യപ്പെട്ടത്. അന്ന് നൃപൻ ഈ 2 വരങ്ങളും നിന്റെ അമ്മയ്ക്ക് നൽകി. തേന പിത്രാഹമപ്യത്ര നിയുക്ത പുരുഷർഷഭ ചതുർദശവനേവാസം വർഷാണി വരദാനികം. പുരുഷശ്രേഷ്ഠ, ആ പിതാവിൻ്റെ വരദാനം കാരണം ഞാനും ഈ വനത്തിൽ 14 വർഷം വസിക്കാൻ നിയുക്തനായി. അങ്ങനെയാണ് ഞാൻ ഈ 14 വർഷം ഈ വനത്തിൽ വസിക്കാനിടയായത്. സോഹം വനമിതം പ്രാപ്തോ നിർജ്ജനം ലക്ഷ്മണാന്വിത സീതയാജാ പ്രതിദ്വന്ദ് സത്യവാദേ സ്ഥിതപ്പിതോ. അതിനാൽ ഞാൻ സീതാലക്ഷ്മണ സമേതനായി ശൂന്യമായ ഈ വനത്തിൽ അപ്രതിയോഗിയായി പിതാവിനെ സത്യവാദിയാക്കാൻ വാഴുകയാണ്. പിതാവിൻ്റെ വാക്കിൻ്റെ സത്യം പാലിക്കാൻ ഞാൻ ഈ കാട്ടിൽ വസിക്കുന്നു. അതുപോലെ നീയും അങ്ങനെ തന്നെ വേഗം അഭിഷേകം ചെയ്ത് താതനെ സത്യപ്രതിജ്ഞനാക്കണം. അയോധ്യയിലെ രാജാവായി അഭിഷേകം ചെയ്ത് നീയും അച്ഛൻ്റെ വാക്ക് സത്യമാക്കി തീർക്കണം. ഭരതൻ രാജാവാകണമെന്നാണല്ലോ. ആ 2 വാക്കുകളും 2 സത്യവും നിറവേറ്റണം. അച്ഛൻ്റെ സത്യങ്ങൾ നിറവേറ്റിക്കൊടുക്കണം. എങ്കിലേ അച്ഛനെ ആ ഋണത്രയത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഋണാൻ മോചയ രാജാനാം മൽകൃതേ ഭരതപ്രഭും പിതരം ത്രാഹി ധർമ്മജ്ഞ മാതരം ചാഭിനന്ദയ. ഭരത, നീ എനിക്ക് വേണ്ടി പ്രഭുവായ രാജാവിൻ്റെ കടം തീർക്കണം. നീ എനിക്ക് വേണ്ടിയെങ്കിലും അച്ഛൻ്റെ കടം തീർക്കണം, പിതൃകടം. ധർമ്മജ്ഞനായ നീ പിതാവിനെ രക്ഷിക്കുകയും മാതാവിനെ അഭിനന്ദിക്കുകയും ചെയ്യണം. അമ്മയെ ഇങ്ങനെ നിന്ദിച്ചു പറയരുത്. അച്ഛനോ അമ്മയ്ക്കോ കുറ്റങ്ങളൊന്നുമില്ല.
അതൊക്കെ സാധാരണ തന്നെയാണ്. ശൂയദേഹി പുരാതാത ശ്രുതിർഗീത യശസ്വിന ഗയേന യജമാനേന ഗയേഷ്വേവ പിതൃൻ പ്രതി. യശസ്വിയായ ഗയൻ പണ്ട് ഗയയിൽ വെച്ച് പിതൃയജ്ഞം ചെയ്യുമ്പോൾ ചൊല്ലിയ ശ്രുതി കേട്ടിട്ടുണ്ട്. എന്താണ്? പുന്നാംനോ നരകാദ്യസ്മാൽ പിതരം ത്രായതേസുത തസ്മാൽ പുത്ര ഇതി പ്രോക്ത പിതൃന്യ പാതി സർവദ. പുന്നാമമായ നരകത്തിൽ നിന്ന് മകൻ അച്ഛനെ രക്ഷിക്കുന്നു. അതുകൊണ്ടാണ് പുത്രൻ എന്ന് പറയുന്നത്. പുത്രൻ എന്ന് പേര് വന്നത് പുന്നാമ നരകത്തിൽ നിന്ന് പിതാവിനെ ത്രാണനം ചെയ്തുകൊണ്ടാണ്. പിതൃക്കളെ എല്ലാം കൊണ്ടും അവൻ പരിപാലിക്കുന്നു. പുത്രൻ എന്ന പേരിന് അർഹനായാൽ ആ പിതൃക്കളെ സംരക്ഷിക്കണം. നല്ല കാലത്ത് പറഞ്ഞത് കേട്ട് നടക്കാം. പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് അനുസരണയുള്ള പുത്രനായിട്ട് ജീവിക്കാം. പിന്നെ അവശരാകുമ്പോൾ പ്രായാധിക്യം വരുമ്പോൾ അവരെ വേണ്ട പോലെ ശുശ്രൂഷിക്കുക. പിതൃക്കളെ, അച്ഛനമ്മമാരെ. മരിച്ചു പോയാൽ പിന്നെ അവരുടെ ഗയാശ്രാദ്ധം, പിണ്ടാദികൾ, ദാനങ്ങളെല്ലാം ചെയ്ത് അവരെ പിതൃകടത്തിൽ നിന്ന് മോചിപ്പിക്കുക. ഇങ്ങനെ 3 കടങ്ങളുണ്ട്: ഋഷികടം, ദേവകടം, പിതൃകടം. യജ്ഞങ്ങളും പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് ദേവകടം തീർക്കാം. ഋഷികടം തീർക്കുന്ന ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ ഇതെല്ലാം പഠിച്ച് അത് വേണ്ട പോലെ ശാസ്ത്രങ്ങൾ പഠിച്ച് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുക. ഋഷികൾ എഴുതി വെച്ചിട്ടുള്ള ശാസ്ത്രങ്ങൾ വേണ്ട പോലെ പഠിക്കുക, പഠിച്ചത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെയെല്ലാം ചെയ്ത് നമ്മൾ ആ ശാസ്ത്രത്തിൽ പറയുന്ന ധർമ്മത്തിൽ ജീവിക്കുകയാണെങ്കിൽ ആ ഋഷികടം തീരും. അതുപോലെ തന്നെ പിതൃകടം, പിണ്ടദാനാദി തർപ്പണം. പിതൃക്കളെ വേണ്ട പോലെ ശുശ്രൂഷിക്കുക, പൂജിക്കുക. മരിച്ചു പോയാൽ പിണ്ടദാനാദികൾ ചെയ്യുക. ഇതെല്ലാം പുത്രൻ്റെ കടമയാണ്. ഇഷ്ടവ്യാബഹവ പുത്ര ഗുണബന്ധോ ബഹുശ്രുത തേഷാം വൈ സമവേദാനാമപി കശ്ചിൽ ഗയാം വ്രജേൽ. ഗുണവാന്മാരും അറിവുള്ളവരുമായ അനേകം മക്കളെ വേണം ആഗ്രഹിക്കാൻ. പണ്ട് അറിവുള്ളവരായവര് ഋഷിമാർക്ക് അനേകം പുത്രന്മാർക്ക് ജന്മം കൊടുത്തിരുന്നു. കാരണം അക്കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഗയയിൽ വന്ന് ആ ശ്രാദ്ധമൂട്ടിയെങ്കിലോ തങ്ങളെ ഋണത്രയത്തിൽ നിന്ന് മോചിപ്പിച്ചെങ്കിലോ എന്ന് ആഗ്രഹിച്ചാവാം അനേകം പുത്രന്മാരുണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ ആ ഗയയിൽ വന്ന് ശ്രാദ്ധമൂട്ടാൻ വേണ്ടി. ഏവം രാജർഷയ സർവേ പ്രതീതാ രഘുനന്ദന തസ്മാൽ ത്രാഹി നരശ്രേഷ്ഠ പിതരം നരകാൽ പ്രഭോ. രഘുനന്ദന, ലക്ഷ്മണൻ ഭരതനെ സംബോധന ചെയ്യാണ്. രാജർഷിമാരെല്ലാം ഇങ്ങനെ വിശ്വസിക്കുന്നവരാണ്. നരശ്രേഷ്ഠ, പ്രഭുവായ നീ അച്ഛനെ നരകത്തിൽ നിന്ന് രക്ഷിച്ചാലും നീയും അച്ഛനെ ആ വാക്കനുസരിച്ച് സത്യപ്രതിജ്ഞനാക്കി ആ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. അയോധ്യാം ഗച്ഛ ഭരത പ്രകൃതിരനുരഞ്ച്യ ശത്രുഘ്നസഹിതോ വീര സഹ സർവൈർദ്വിജാതിഭി. എല്ലാ ദ്വിജന്മാരോടും കൂടി തിരിച്ചുപോയി ശത്രുഘ്നോടുകൂടി നീ അയോധ്യയിൽ തിരിച്ചുപോയി അയോധ്യയെ വേണ്ട പോലെ പരിരക്ഷിക്കാം, ജനങ്ങളെയെല്ലാം സന്തോഷിപ്പിക്കാം. അതാണ് നീ ചെയ്യേണ്ട കടമ. അതാണ് അച്ഛൻ്റെ സത്യം. പ്രവേക്ഷ്യേ ദണ്ഡകാരണ്യം അഹം ആപ്യം അവിളംബയൻ. വിളംബം കൂടാതെ തന്നെ ഞാനും ഉടനെ തന്നെ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കും. ആഭ്യാം തു സഹിതോ വീര വൈദേഹ്യ ലക്ഷ്മണേന ച. ഞാനും ഈ സീതയോടും ലക്ഷ്മണനോടും കൂടി താമസമില്ലാതെ തന്നെ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിക്കട്ടെ. ത്വം രാജാ ഭരത ഭവ സ്വയം നരാണാം വന്യാനാമഹമപേ രാജരാമൃഗാണാം ഗച്ഛത്വം പുരവരമദ്യ സംപ്രഹൃഷ്ട സംഹൃഷ്ടസ്തഹമപി ദണ്ഡകാൻ പ്രവേക്ഷേ. ഭരത, നീ തന്നെ സ്വയം നരന്മാരുടെ രാജാവാകൂ. ഞാൻ വന്യമൃഗാവലികളുടെ രാജരാജനാകാം. നീ ഇന്ന് സന്തോഷത്തോടെ അയോധ്യാപുരിയിലേക്ക് തിരിച്ചു പോകാം. ഞാൻ സന്തുഷ്ടനായി തന്നെ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിക്കട്ടെ. ഛായാം തേ ദിനകരഭാപ്രപാധമാനം വർഷത്രം ഭരത കരോതു മൂർധനിശീതാം ഏതേഷാമഹമപി കാനനദ്രുമാണാം ഛായാം താമതിശൈനിം ശനൈശ്രയിഷ്യേ. ഭരത, നിന്റെ ശിരസിൽ വെയിലേൽക്കാതെ വെൺകൊറ്റക്കുട ശീതള ഛായ നൽകട്ടെ. ഞാനോ
അതിനെ അതിശയിക്കുന്ന, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഈ അരണ്യവൃക്ഷ ഛായകളിൽ സുഖമായിരിക്കട്ടെ. കാട്ടിലെ വൃക്ഷങ്ങളുടെ ഛായയിൽ ഞാൻ ആ ശീതളം ആയ സുഖമായി അനുഭവിക്കട്ടെ, ആ തണലിൽ കഴിയട്ടെ. നീ വെൺകൊറ്റക്കുടയുടെ കീഴിൽ വസിക്കണം എന്ന് ഭരതനും ആ ശ്രീരാമനും തമ്മിലുള്ള താതാത്മ്യം പറയുമായിരുന്നു. ശത്രുഘ്ന കുശലമതിസ്തുതേ സഹായ സൗമിത്രിർമമ വിദിത പ്രധാനമിത്രം ചത്വാരസ്തനയവരാവയം നരേന്ദ്രം സത്യസ്ഥം ഭരത ചരാമമാവിഷീദ. കുശലമതിയായ ശത്രുഘ്നൻ നിനക്ക് തുണയായിരിക്കുന്നു. നാട്ടിൽ ഭരണത്തെ രാജ്യം ഭരിക്കുന്ന സമയത്ത് നിനക്ക് ശത്രുഘ്നൻ തുണയായിരിക്കും. അതുപോലെ തന്നെ ലക്ഷ്മണനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിത്രം. ലക്ഷ്മണൻ എനിക്ക് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ഈ വനത്തിൽ. നമ്മൾ 4 പേരും അച്ഛൻ്റെ പുത്രന്മാരാണ്, ശ്രേഷ്ഠരായ പുത്രന്മാരാണ് നമ്മൾ 4 പേരും. ഈ പിതാവിനെ സത്യസമ്പന്നനാക്കേണ്ടവനാണ്. നമ്മളിൽ 4 പേരും ചേർന്ന് നമ്മുടെ അച്ഛനെ ഋണത്രയത്തിൽ നിന്ന് മോചിപ്പിക്കണം, സത്യപ്രതിജ്ഞനാക്കണം എന്ന് പറയുകയാണ് ആ ശ്രീരാമൻ ഭരതനോട്. ഭരതനെ അനുനയിപ്പിക്കലായിരുന്നു ഇത്. ഭരതൻ കുറേ അഭ്യർത്ഥിച്ചു നോക്കി കഴിഞ്ഞ സർഗത്തിൽ, അതിനുള്ള മറുപടിയായിരുന്നു ഈ സർഗത്തിൽ ആ ഭരതനെ അനുനയിപ്പിച്ച് തിരിച്ച് പറഞ്ഞാക്കിയാണ്. ഇനി അടുത്തതിൽ നോക്കാം. ജാബാലി വാക്യാണ്, അതെന്താണെന്ന് കേൾക്കാം. 108ാമത്തെ സർഗം. അതുവരെ നമുക്ക് എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമനേ ശരണം, സഹോദര ലക്ഷ്മണനേ ശരണം, സംഗമേശ ശരണം, പായമേൽ ശത്രുഘ്നനേ ശരണം. ശ്രീരാമചന്ദ്രസ്വാമിയൻ മാനസേ വസിക്കേണം, സീതാദേവിയോടും അതിനായി വന്ദിക്കുന്നേൻ. ശ്രീരാമചന്ദ്ര ശരണം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ധർമ്മേണ മാർഗേണ മഹീഷ, ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു, ശ്രീജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.